ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ D1 ഇൻ സിംഗപ്പൂരാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങൾ സിംഗപ്പൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു സിംഗപ്പൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ 9ാമത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി ഇങ്ങനെ താഴത്തോട്ട് വരുവാണ്. അങ്ങനെ നമ്മൾ താഴത്തോട്ട് പോവാണ്. 9ാമത്തെ നിലയിലാണ്. കുറച്ച് നല്ല സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് വരും. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മുടെ ആ താഴത്തെ വഴി കൂടെ ഇങ്ങനെ നടന്നു പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പതിയെ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ചെറിയൊരു ലേക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നടക്കാനായിട്ട് നമുക്ക് നല്ല സ്പേസും ഉണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയ കേട്ടോ. ഫുള്ള് നമുക്ക് വാക്കിങ്ങിന് പോകാനും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനും അങ്ങനെ എല്ലാം അത്രയും ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു കേട്ടോ, കോഴീനെ. നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്തില്ല ആക്ച്വലി. അങ്ങനെ കോഴീനെ നമ്മൾ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ആളെയും കണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഒരാളെയും കൂടെ കണ്ടു, ഉടുമ്പിനെ. അപ്പോൾ അതിങ്ങനെ പതിയെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോവുക കേട്ടോ. അത്യാവശ്യം നല്ല സൈസായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അത്ര വലുതായിട്ട് തോന്നത്തില്ല, പക്ഷെ നല്ല സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ പതിയെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. പോകാൻ പറഞ്ഞു നമുക്ക് എന്തായാലും കോഴീനെ എടുത്തല്ലേ, കുടുംബിനെയും കൂടെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടെ ഞങ്ങൾ എടുത്തു, കണ്ടു. പോകുന്ന ഈ ടാറ്റയും കൊടുത്തു, ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഒരു ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ബ്രിഡ്ജാട്ടോ. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ്, ഒരു ഈവനിങ് ടൈമായിരുന്നു. നമുക്ക് വെയിലൊന്നുമില്ല, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി. പിന്നെ അധികം വെള്ളമില്ല കേട്ടോ അതിനകത്ത്, നമ്മൾ കാണുന്നതല്ല, അധികം വെള്ളമില്ല ലേക്കിൽ. പിന്നെ അതുപോലെ കുറേ പേര് സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, നമ്മൾ എടുക്കും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇനി നമ്മുടെ സ്പോട്ടിലോട്ട് പോവാണ്. ആ ബ്ലൂ കണ്ടില്ലേ, നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ മെയിൻലി ലക്ഷ്യം വെച്ച് ഇന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമുക്ക് അത് എംപ്റ്റി ആയിട്ടാണ് കിടന്നത്. അപ്പം നമ്മൾ ഓർത്ത് എന്താ സംഭവം. അങ്ങനെ ഇന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ ആളുകളൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്താ സംഭവം എന്നേ. ഞാൻ അതിലിരിക്കാൻ കുറേ സ്പോട്ട് ഉണ്ടെന്ന് കണ്ടോ. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. നമുക്ക് ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടും ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു റിലാക്സേഷനൊക്കെ വന്നിരുന്ന് ഇരിക്കാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഫൈനലി നമ്മളെത്തി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ വന്ന് മീൻ പിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ മീൻ പിടിക്കുന്നതിന്. അത് $100. പോകുമ്പോൾ പറഞ്ഞു വാടി നമുക്കൂടെ പിടിക്കാം. ഞാൻ പറഞ്ഞു വന്നല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരന് കിട്ടി കേട്ടോ മീന്. ഏത് മീനാണെന്നൊന്നും എനിക്കറിയത്തില്ല, പേരറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമ്മൾ ആ മീന് പുള്ളിക്കാരൻ ചൂണ്ടയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെട്ടി നിങ്ങൾ കാണുന്നുണ്ടോ, കാണിച്ചു തരാവേ. അപ്പോൾ ആ പെട്ടിയിൽ ഇതിട്ടിട്ട് നേരെ ആ വെള്ളത്തിൽ തന്നെ ഇടുവാണ്. അതായത് അത് ചത്തു പോകാതിരിക്കാനെന്നാണ് എന്നോട് പറഞ്ഞത്. ആയിരിക്കും കേട്ടോ, അതാണ് ആ വെള്ളത്തിൽ തന്നെ ഇടുന്നത്. അപ്പോൾ ആ ബോക്സ് എടുത്തുകൊണ്ട് വരുവാണ് പുള്ളി. അപ്പോൾ ആ ബോക്സിൽ ആ മീനെ എടുത്ത് തിരിച്ചിടുകയാണ്. ജീവനുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു. അങ്ങനെ ആ പുള്ളി അതിനകത്ത് തന്നെ തിരിച്ചിട്ടു. അപ്പോൾ കുറേ പേരുണ്ട്, കുറേ അമ്മച്ചമാരും ഒക്കെ ഉണ്ട് മീൻ പിടിക്കാനായിട്ട്, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പൈസ തരുമെന്ന് പറഞ്ഞു കേട്ടോ, മീൻ പിടിച്ച മീൻ. അതറിയില്ല. അപ്പോൾ നമ്മൾ പോകാനൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ദേ ഒരു കുട്ടി മീൻപിടുത്തംകാരെ കണ്ടു. അവനാണെങ്കിൽ കസേരയൊക്കെ ഇട്ട് ഭയങ്കര കാര്യമായിട്ടാണ്. അപ്പം ഞങ്ങളോർത്ത് ഓൻ പറഞ്ഞു എടി ഉറപ്പായിട്ടും ഓന് കിട്ടും, നീ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ ആൾക്ക് കിട്ടിയില്ല കേട്ടോ. കുറേ നേരം ഇരുന്നു നമ്മൾ. ആളെ വലിയ എക്സ്പീരിയൻസ് എല്ലാം തോന്നുന്നു. അത് നമ്മൾ കുറച്ച് നേരം അവനെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആളുടെ അച്ഛൻ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പോയേക്കാം, ഇനി ഇവിടെ വന്ന് അടി വാങ്ങണ്ട. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഈ ഒരു സ്ഥലം കാണാനും കൂടെ കേട്ടോ നിങ്ങൾ വന്നത്. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണാനായിട്ട്.
അങ്ങനെ കുറേ പേര് കൊണ്ടുപോകുന്നുണ്ട്, കുറേ പേര് തിരിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് നടക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല, പുതിയ സ്ഥലമാണ്, അപ്പം നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വേറൊരു സ്പോട്ടിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പോയി ഫ്രണ്ടിൻ്റെ നിന്ന് സൈക്കിൾ വാങ്ങി ഞങ്ങളങ്ങനെ ഒരു മാർക്കറ്റല്ല, നമ്മൾ ഫ്ലാറ്റിൻ്റെ അകത്ത് ഇങ്ങനെ മാർക്കറ്റ് പോലെ, അത് കുറേ ഷോപ്പുകളുണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റ്സ്, ബേക്കറി, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പോവാനും. പക്ഷെ നല്ല രസമാണ് കേട്ടോ സൈക്കിൾ ഇങ്ങനെ പോകാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഫുൾ കാണാൻ വിചാരിച്ചു, പക്ഷെ നമുക്ക് വഴി അറിയത്തില്ലല്ലോ. അത് കാരണം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങളിങ്ങനെ പോകണം. ബേക്കറിയിലും മണം രക്ഷയില്ല, അടിപൊളി മണമാണ്. അപ്പം അതൊക്കെ കണ്ട് ഒരാളുകളൊക്കെ കണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ അത് നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വഴിയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് സൈക്കിളിലൊക്കെ പോകാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ഇവിടെ തന്നെ സൈക്കിൾ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ കുറേ ചൈനീസ് അമ്മച്ചിമാരൊക്കെ നല്ല ക്യൂട്ടായിട്ടോ കാണാം, നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്ത്, എന്താ വർക്ക് ചെയ്യുവാണ്, സ്റ്റിൽ ഈ ഒരു ഏജിലും ഒരു വർക്ക് ചെയ്യാണ്. ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ് നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകളൊക്കെ ഇവിടെ കാണുമ്പോൾ. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകുന്നത് എങ്ങനെയാണ്? ബസ്സിലാണ്. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മിസ്സാക്കാതെ കാണണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നേക്ക് വരേക്കും ബൈ.